കമ്പനി അവകാശപ്പെടുന്നതിനടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നു, അല്ലെങ്കിൽ റേഞ്ച് കിട്ടുന്നു. അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫേർട്ട്, ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ളൊരു വാഹനം, വളരെ പോസിറ്റീവ് റിവ്യൂ ഉള്ളൊരു വാഹനം ഞാൻ എടുക്കാൻ വേണ്ടി ചെറിയൊരു ശ്രമം നടത്തി. പക്ഷേ എന്നെ പിന്നോട്ട് വലിച്ചതിൻ്റെ ഒരു ഘടകം എന്താണെന്നറിയോ? എനിക്ക് കൂടുതൽ ഓട്ടം ഉള്ളതുകൊണ്ടാണ് ഞാൻ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്തത്. ഇതിനകത്തൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടയറിനെ പറ്റി ഞാൻ അന്വേഷിക്കുമ്പോൾ ഏകദേശം ഫുൾ ഓപ്ഷൻ്റെ ടയറിലേക്ക് നമ്മളൊരു ടയർ വാങ്ങാൻ ഏകദേശം ഒരു 20,000 രൂപ വേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരം ഒരുപാട് വാഹനം ഓടുന്ന ആളാണ്. PDI ചെയ്യാനൊക്കെ കേരളത്തിലെ പല ജില്ലകളിലും പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു കസ്റ്റമറായ വ്യൂ പോയിന്റിൽ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പെൻസ് എനിക്ക് ടയറിൻ്റെ എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്യില്ല. കുറച്ചും കൂടെയൊക്കെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളവ, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വലിയ രീതിയിൽ ബിസിനസ് വ്യാപിപ്പിക്കുന്ന ആളുകൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്നതാണ് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തലിലേക്ക് ഊരിത്തിരിഞ്ഞ ഒരു നിഗമനം. അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല. എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്തൊരു വാഹനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെടുക്കണം എന്നുള്ളതിലേക്കാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ.